ധാരാളം ആളുകൾ ഇവിടേക്ക് എത്താറുണ്ടായിരുന്നോ? അപൂർവം ആളുകളെ വരുന്നുള്ളൂ. അത് ചിലരൊക്കെ കാറിലാണ് വരുന്നത്. വായനശാല ജംഗ്ഷനിൽ വന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഈ മഠം എവിടെയാണ്, ശംഖുമുഖം ദേവിദാസൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത് അവിടെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കും. നമുക്ക് വേറെ അതിനകത്ത് നമ്മളുമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ശ്രദ്ധിക്കാറില്ല. ഇന്നത്തെ രാവിലത്തെ സംഭവം കണ്ടപ്പോഴാണ് ഇത്രയും വലിയൊരു വഞ്ചന ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച പോലെ തന്നെ ഒരുപാട് പേരുകളും പല മേഖലകളിൽ പ്രവർത്തിച്ച സമയത്തും ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അല്ലേ? അല്ല, ഇദ്ദേഹം പൊതുവേ അന്ന് അന്ന് ഇദ്ദേഹം പേരെടുക്കാൻ വേണ്ടി നമ്മളെയൊക്കെ സമീപിക്കുമായിരുന്നു. എൻ്റെ കവിതകൾ ചൊല്ലാൻ ഒരു അവസരം തരണം, നിങ്ങളെ യുവജന സംഘടനകളുടെ വാർഷികം വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ യോഗങ്ങൾ വരുമ്പോഴോ എനിക്കൊരു കവിത ചൊല്ലാൻ അവസരം തരണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ വിചാരിക്കണത് ആരെങ്കിലുമൊക്കെ കവിത പാടി ജയിക്കട്ടെ അന്ന് RSS BJP അനുഭാവി അല്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. അന്ന് അയാൾ സ്വതന്ത്രനായിട്ടുള്ളത് നിൽക്കണം, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാത്ത അവർ കൊടുക്കില്ലല്ലോ. അന്ന് ഇയാൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇയാൾ ഈ മുട്ടക്കച്ചവടമൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഈ കടകളിലൊക്കെ ചട്ട ഓഫീസിൽ പൈസ വാങ്ങാനും പിടിക്കാനും ഒക്കെ ഉള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ചേരുന്നത്. നേരത്തെ അങ്ങേരൊന്നുമില്ല. അയാളെ കുടുംബമൊക്കെ നേരത്തെ ഇടതുപക്ഷ കുടുംബമായിരുന്നു. കുടുംബം ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമായിരുന്നു. ശംഖുമുഖം ക്ഷേത്രത്തിൽ എല്ലാവരും അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇയാളെ കുടുംബക്കാരെല്ലാം. പിന്നെയാണ് ഇയാൾ സ്വന്തമായിട്ട് അവിടെ എന്തോ ഒരു തിരിമറി നടന്ന് അതവർ കണ്ടെത്തുകയും അതിൽ നിന്ന് സാമ്പത്തിക തിരിമറി അങ്ങനെ അവിടെ നിന്ന് ഒഴിവാക്കി. അതിന് ഇയാൾ പ്രതികരിച്ച് അത് വളരെ ഗുരുതരമായ പ്രതികരണമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് മർദ്ദനമേക്കുകയും ഏകദേശം എത്ര രൂപയുടെ സാമ്പത്തിക തീരുമാനം നടന്നു, അതേക്കുറിച്ച് എന്തെങ്കിലും? അന്ന് 10,000 രൂപ ഒരു സ്വർണ്ണക്കടക്കാരൻ ചാലയിൽ നിന്ന് കൊടുത്തത്. ഏത് വർഷമാണ്? വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് വർഷമായി. അപ്പോൾ ഇയാൾ ഉത്സവത്തിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ അതിനെ അവിടെ ഏൽപ്പിച്ചില്ല. സ്വർണ്ണക്കടക്കാരൻ തിരിച്ച് തൊഴാൻ വന്നപ്പോൾ ചോദിച്ചു, ഞാൻ 10,000 രൂപ സംഭാവന ചെയ്ത് കിട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലെന്നായി. അപ്പോഴാണ് പറയണത് ഞാൻ ചെക്കാണ് കൊടുത്തത്. അപ്പോൾ ചെക്ക് ആരുടെടുത്തും കിട്ടിയിട്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ തർക്കുത്തരം പറഞ്ഞു. അങ്ങനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അതിൻ്റെ പേരിലാണ് ഇയാളെ അവിടെ നിന്ന് ഒഴിവാക്കിയതിന് പകരം വീട്ടി ഇയാൾ എന്നെ എതിർത്ത ആളുകളെല്ലാം തിരിച്ച് രണ്ടാമത് ഉത്സവ കമ്മിറ്റി വന്നപ്പോൾ അവരെല്ലാം വെട്ടുകയും അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ശംഖുമുഖം ഒഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ശംഖുമുഖം ഇപ്പോഴാണ് ഇതൊക്കെ ബോർഡ് വെച്ചത്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അയാൾ പൂജയ്ക്ക് മറ്റൊക്കെ പോകുമായിരുന്നു, അല്ലാതെ ഇങ്ങനെ മടമൊക്കെ വെച്ചത് ഇപ്പോഴാണ്. ഇതിന് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സമീപകാലത്ത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഇയാൾ നിശബ്ദ ശത്രുവാണ്. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നാട്ടിൽ ഒരു മനുഷ്യർക്ക് പറഞ്ഞുകൂടാ. ഇങ്ങനെ ഇയാൾ പൈസ തിരിമറി നടത്തണവനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പൂജയുടെ പേരും പറഞ്ഞ ആളിനെ പറ്റിക്കാൻ കഴിയുന്ന ഒരാളെന്ന കാര്യമാണ് നമ്മളിപ്പോഴാണ്. ഇയാളിങ്ങനെ പൂജയ്ക്ക് പിന്നെ താറൊക്കെ കൊടുത്ത് പോണ കണ്ടിട്ടുണ്ട്, വരുന്നു ഇവിടെ അങ്ങനെ ചിലപ്പോഴൊക്കെ ആൾ തിരക്കി വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതെന്നല്ലാതെ ഇങ്ങനെ ഇയാളുടെ ഒരു പിന്നെ മോശം പെരുമാറ്റവും മോശം സ്വഭാവമൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. നേരത്തെ ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ 30 ലക്ഷം രൂപയൊക്കെ ഒരു സ്ത്രീയെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് ഇയാളുടെ മനസ്സിൻ്റെ ഒരു മാറ്റമാണ്. ഇയാൾ ഈ RSS BJP പോയപ്പോൾ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സ് അയാൾക്കുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരു ഭയം വേണ്ടേ, അല്ലെങ്കിൽ ഒരു നാണം വരൂലേ. നമ്മളൊരാളെ പറഞ്ഞ് നമ്മൾ ആ ഒരാളുടെ നിന്ന് വായ്പ വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ല, ചിലപ്പോൾ നമ്മളതിനൊരു അവധി പറയും. ഇതല്ലല്ലോ, ഇതൊരു കൊലപാതകത്തിലല്ലേ ചെന്ന് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ വിവരങ്ങൾ ശരിക്കും വരുമ്പോഴേ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. 30 ലക്ഷത്തിൻ്റെ കണക്കാണ് പോലീസ് അന്വേഷിച്ച് വന്നത്. ബാക്കി കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ജോത്സ്യനും മന്ത്രവാദിയുമായിട്ടുള്ള ഈ ഒരു പ്രദീപ് പറഞ്ഞു കൊടുത്ത പല അന്ധവിശ്വാസത്തിൻ്റെയും പേരിലാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന സംശയമുണ്ട്. അത് പോലീസ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സംശയത്തിലേക്ക് വരുന്നത്. ആ സ്ത്രീയുടെ രാവിലത്തെ ഉള്ള മൊഴിയും തലേ ദിവസത്തുള്ള മൊഴിയും തങ്ങൾ പരസ്പര വിരുദ്ധമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സംശയമായി. അപ്പോൾ പോലീസ് അതുകൊണ്ട് ഊർജിതമായി അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ചുരുള കഴിയാനും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് തെളിയുകയും ചെയ്തത്. ഇനിയിപ്പോൾ തെളിഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇനി കുറേ കഴിയുമ്പോഴേ ഇയാളുടെ പങ്ക് എത്രയാണെന്നുള്ളത് വ്യക്തമാവുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പോലീസ് പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്. ആ സ്ത്രീ അവസാനമാണ് പറഞ്ഞ 30 ലക്ഷം ഇങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളത്. ആദ്യത്തേലൊന്നും അത് പറയുന്നില്ലല്ലോ, രാവിലത്തെ വാർത്തയിലൊന്നും ഇതില്ല.
അപ്പോൾ പോലീസിൻ്റെ നല്ല ഇടപെടലിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാനും ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനൊക്കെ അവസരം ഉണ്ടായത് അതുകൊണ്ടാണ്. ഇവർ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടുമായിരുന്നു. ഇതവർ പരമാവധി ഒളിച്ചു വയ്ക്കുകയാണല്ലേ ചെയ്തത്. പോലീസിൻ്റെ മുന്നിൽ ഉത്തരം മുട്ടിയപ്പോഴാണ് അവർ സത്യം പറയാൻ തയ്യാറായി. ആദ്യമൊക്കെ അവർ പരസ്പര വിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നാലും പോലീസിന് വ്യക്തമായ തെളിവുകളായി. ഇവിടെ മന്ത്രവാദം നടക്കുന്നതായിട്ടുള്ള പല സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു മഠം കാണുന്ന സമയത്ത് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും വിവരം? അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ഈ പൂജ നടക്കുന്നുണ്ട്. ഇവിടെ മിക്കവാറൊക്കെ വെള്ളിയും പൂജ നടക്കുന്നുണ്ട്. ആളുകൾ തന്നെ പൂജയ്ക്ക് കാശ് കൊടുത്തിട്ട് ഇവിടെ വരണമുണ്ട്. ഈ പരിസരത്തുള്ളവരിവിടെ വരണത് കുറവാണ്. വെളിയിൽ നിന്നൊക്കെ ഇതുപോലെ തെന്നി നിറച്ച് വരണതാണ് ഉള്ളത്. അല്ലാതെ ബേസിക്കായിട്ട് ഇയാൾക്ക് അറിയാമെന്നുള്ളതും നമുക്കറിഞ്ഞു. നമുക്ക് നമ്മുടെ അറിവിൽ ഇയാൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്.